നമസ്കാരം. ഒരു തത്വമുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എന്താണ് താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതിനുള്ള ആ ഒരു മറുപടി വാങ്ങാതെ ഒരുത്തനും ഇവിടെ കടന്നു പോകില്ല എന്ന്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പൊ ദേ നമ്മുടെ മുന്നിലുണ്ട്. നമുക്കറിയാലോ, കുറച്ചു കാലം മുമ്പ്, ഒരു 1-1.5-2 വർഷത്തിന് മുമ്പ് മറുനാടൻ മലയാളി ഷാജസ്കറിയ അദ്ദേഹത്തെ വട്ടം ചുറ്റിച്ചത് കേസുകൾ ഒന്നിനു പുറകെ കേസുകൾ, കുറെ കേസുകളൊക്കെ എനിക്കും അറിയാം. കാരണം മലപ്പുറത്ത് അദ്ദേഹത്തിന് എതിരെ കേസ് വരുന്നത്, FIR ഇടുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തെ അറിയിക്കാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. വാട്സപ്പ് ഒക്കെ ഓഫായിരുന്നു അന്ന്. പിന്നീട് ഇടവണ്ണ അദ്ദേഹം അന്വേഷണത്തിന് അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തിയിട്ട് പേരിനാണ് എറണാകുളത്തെ ടീമിന് അറസ്റ്റ് ചെയ്യാനൊരു സൗകര്യം ഒരുക്കാരെന്ന് ചേരുന്നത്. എന്നിട്ട് എറണാകുളത്തേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ജയിലിലടയ്ക്കാനുള്ള പണി നോക്കിയിട്ട് കോടതിക്ക് ഇതൊക്കെ മനസ്സിലായി ജാമ്യത്തിലൂടെയൊക്കെ ചെയ്ത സംഭവം അറിയാലോ. പിന്നെ ഭൂലോകത്തെ ഏറ്റവും വലിയ നുണ പറഞ്ഞിട്ട് ആ മനുഷ്യനെ ഒരു 1-2 മാസം ഒളിവിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആദ്യം 1 മാസം, പിന്നീട് വീണ്ടും ഒളിവിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അവസാനം സുപ്രീം കോടതി പോയാണ് ജാമ്യം എടുത്തത്. മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തെ ബേസ് ചെയ്ത് ജീവിക്കുന്ന ഒരു പറ്റം സാധുക്കൾ, നമുക്കറിയാമല്ലോ ഒരു ഓൺലൈൻ മീഡിയയിൽ എത്ര ശമ്പളം കിട്ടുമെന്നുള്ളത്, കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി അതുകൊണ്ട് എങ്ങനെങ്കിലും അക്കച്ചക്ക ഒപ്പിച്ച് ജീവിക്കുന്ന കുറെ സാധുക്കളുടെ വീട്ടിൽ കടന്നു കയറി അവരുടെ മൊബൈൽ ഫോണും അവരുടെ ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയി മറുനാടന്റെ വിരോധ നിമിത്തം. അതായത് ഇനി ഒരിക്കലും ഒരാളും മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ പണിയെടുക്കരുത്. അതിനു മുമ്പ് തന്നെ മറുനാടൻ മലയാളി സ്ഥാപനത്തിൽ കയറിയിട്ട് എല്ലാം സകല സാധനങ്ങളും മൗസ് പാഡ്, ഈ മൗസ് പാഡിനൊക്കെ എന്ത് തേങ്ങയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടില്ല. എന്താണ് ഡിജിറ്റൽ എവിഡൻസ് എടുക്കുന്നതെന്നുള്ളത്. ക്യാമറകള്, CCTV ക്യാമറ അടക്കം എടുത്തുകൊണ്ട് പോയെന്നാണ് കേട്ടത്. അപ്പൊ അത്രത്തോളം സകല എക്യുപ്മെന്റ് ഇനി അവിടെ ഒന്നും വേണ്ട, അതെല്ലാം എടുത്തുകൊണ്ട് പോയി. അതിൽ തന്നെ കുറച്ച് കമ്പ്യൂട്ടറുകൾ കിട്ടിയെന്ന് കേട്ടിരുന്നു, ബാക്കി കിട്ടിയിട്ടുമില്ല. അപ്പോൾ അത്രയ്ക്ക് ക്രൂരമായ ഒരു നടപടി എടുക്കുകയും നമ്മുടെ PV അൻവർ, അന്നത്തെ PV അൻവർ MLA, അന്ന് MLA ആയിരുന്നു, അദ്ദേഹം മറുനാടന്റെ ഓഫീസിന്റെ താഴെ വന്ന് നിന്ന് നിന്നെ 6ാം നിലയിൽ നിന്ന് താഴെ ഇറക്കും ഷാജ എന്നൊക്കെ വെല്ലുവിളിക്കുകയും ചെയ്തു. എത്ര ഫോട്ടോകളൊക്കെ ആ സ്വിഫ്റ്റിന്റെ പിന്നിൽ നിന്ന് എടുക്കുന്നത് കണ്ടു. അന്ന് ADGP അജിത് കുമാർ മത്സരിച്ചാണ് കേസുകൾ എടുത്തിരുന്നത്. പലരും അങ്ങനെ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ട്. പക്ഷെ ഇന്ന് ഇത്രയും കാലം കഴിയുമ്പോൾ, ഈ മാസങ്ങൾക്കിപ്പുറം, ഞാൻ എന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനൊക്കെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അടി കിട്ടിയത് PV അൻവർ MLAക്കാണ്. PV അൻവർ MLAക്ക് അന്ന് ആരൊക്കെയാണോ അൻവറിനെ കൊണ്ട് കളിപ്പിച്ചത്, ആർക്ക് വേണ്ടിയാണോ MLA അൻവർ കളിച്ചത്, അവരിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കപ്പെട്ട് അവരുമായി അടിച്ചു പിരിഞ്ഞ് ഇന്ന് ആരുമില്ലാതെ, എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതെ PV അൻവർ നിൽക്കുകയാണ്. ഒന്നുമില്ലാതെ നിൽക്കുന്നു, രാഷ്ട്രീയമായി ഒന്നുമില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി നിൽക്കുന്നു എന്നതിലുപരി, അല്ലെങ്കിൽ അതിലൊരു നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു നേതാവായി സ്വയം അറിയപ്പെടുന്നു എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി തീർന്നു. അതുപോലെ തന്നെയാണ് ADGP അജിത് കുമാർ. അദ്ദേഹം ഒരുപാട് അഴിമതി ആരോപണങ്ങൾ, അതുപോലെ അനധികൃത സ്വത്ത് സമ്പാദനം, അതുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നേരിട്ടുകൊണ്ട് അത് അങ്ങനെയും ഇരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ അന്ന് അധാർമികമായി പെരുമാറിയിട്ടുള്ള ആർക്കും ഇന്ന് മനസമാധാനമില്ല. ഇതാണ് കാലത്തിന്റെ നീതി. ഇത് എല്ലാവരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം ഈ ആവശ്യമില്ലാതെ അറസ്റ്റ് ചെയ്യുക, അതുപോലെ ജയിലിൽ അടയ്ക്കുക, അത് കണ്ട് അർമാദിക്കുക, ഇങ്ങനെ കുറെ ആൾക്കാർക്കുണ്ട്. അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. മറ്റൊരുത്തൻ ഞാൻ കാരണം അവനെ കാണിച്ചു കൊടുത്തല്ലോ, അവൻ അകത്ത് കിടന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് ഓർത്താൽ നന്ന്. അതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇവർ രണ്ടുപേരും. Different angles. Don't forget to subscribe and support this channel.